പ്രിയപ്പെട്ട അലിയാർ തങ്ങൾ, ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുന്നാര മകൾ ഫാത്തിമ ബീവിയുടെ ഭർത്താവ് അലി ഇബ്നു അബീ താലിബ്, കുടുംബം പട്ടിണിയായിരുന്നു. റസൂലുള്ളാഹിന്റെ മക്കളാണ്, ഫാമിലിയാണ്. ഭരണാധികാരമുള്ള കാലത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സ്വത്തില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട റസൂലുള്ളാഹിന്റെ പുന്നാര മകൾ കഷ്ടപ്പാടിലായിരുന്നു. അങ്ങാടിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിക്കാൻ, എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പകരം നൽകിയിട്ടായിരുന്നു സാധനങ്ങൾ വാങ്ങാറുള്ളത്. ഒരിക്കൽ തന്റെ മക്കൾ 2 കുട്ടികൾ കരഞ്ഞപ്പോ റൊട്ടി വാങ്ങാൻ പറഞ്ഞൊരു ചരിത്രമുണ്ട്. അന്നാ റൊട്ടി 2 റൊട്ടിയുമായി വന്ന് ആ റൊട്ടികൾ 4 കഷ്ണങ്ങളാക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നാര മകൾ. എന്നിട്ടൊരു റൊട്ടിയെടുത്ത് തന്റെ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒരു റൊട്ടിയുടെ കഷ്ണമെടുത്ത് ഹസന്റെ വായിൽ വെച്ചു കൊടുത്തു. മറ്റേ കഷ്ണം ഹുസൈന്റെ വായിൽ വെച്ചു കൊടുത്തു. 4ാമത്തെ കഷ്ണമെടുത്ത് കടിക്കുന്ന വേളയിലാണ്, കടിക്കാനായി ഒരുങ്ങുന്ന വേളയിൽ ഫാത്തിമ ബീവിക്ക് ഓർമ്മ വന്നു വാപ്പനെ. അങ്ങനെ ആ റൊട്ടി തന്റെ തട്ടത്തിൽ പൊതിഞ്ഞിട്ട് ഓടിപ്പോകുന്നുണ്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അസ്സലാമു അലൈക്കും, പ്രിയപ്പെട്ട വാപ്പാനെ കെട്ടിപ്പിടിച്ച് ആ പുന്നാര മകൾ ഫാത്തിമ ആ റൊട്ടിയെടുത്ത് വാപ്പാന്റെ വായിൽ വെച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട നബി വേഗത്തിൽ കടിച്ച് ചവച്ചിറക്കിയിട്ട് ഫാത്തിമാനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന ഒരു വർത്താനമാണ്, പ്രിയപ്പെട്ട മോളെ, ഇങ്ങനെ കട്ടിയുള്ള ഭക്ഷണം ഈ വാപ്പാന്റെ വയറ്റിലെത്തിയിട്ട് ദിവസങ്ങളായി മോളെ. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം നമ്മളെല്ലാരും. അനിയത്തിയുടെ കൂടെയാണ് വാപ്പ, ഏട്ടന്റെ കൂടെയുണ്ട് ഉമ്മ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ. കയറി ചെല്ലണം നമ്മളുടെ ചിന്തകൾ. ഒരു പിടി ഭക്ഷണം വയറ്റിലേക്ക് കയറുന്ന സമയത്ത് ഓർമ്മ വരണം, തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അങ്ങാടിയിൽ നിന്ന് ദാഹിച്ചാൽ 2 രൂപ കൊടുത്തൊരു സോഡ കുടിക്കുന്നതിന് പകരം ആ 2 രൂപയും കീശയിൽ പൊട്ടിപ്പിടിച്ച് വയസ്സനായി അങ്ങാടിയിലൂടെ പണിക്ക് പോയി നടന്നു വരുന്ന വാപ്പയുണ്ട്. ആ വാപ്പന്ന് അവശനാണ്, ആ വാപ്പന്ന് രോഗിയായി കിടക്കാൻ. ആ ഉമ്മ ഇന്ന് കഷ്ടപ്പാടിലാണ്. ഒരു കാര്യവും അവർ നിങ്ങളോട് ചോദിക്കില്ല, ഒരാവശ്യവും അവർ നിങ്ങളോട് ആവശ്യപ്പെടില്ല, ഒരാഗ്രഹവും അവർ നിങ്ങളോട് പറയില്ല. കാരണം എന്താ? എന്റെ മോന് കഷ്ടപ്പെടരുത് എന്നാ വിചാരിക്കുക, എന്റെ മോന് അത് കേട്ടിട്ട് ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിക്കും. അതിനുവേണ്ടി എന്റെ മോന് കഷ്ടപ്പെട്ടിട്ട് അവൻ എന്തെങ്കിലും പറ്റരുത് എന്ന് വിചാരിക്കും. അവന്റെ സമ്പത്തിന് എന്തെങ്കിലും തകർച്ചയുണ്ടാവരുത്, അവന്റെ കച്ചവടത്തെ ബാധിക്കരുത്. പ്രിയപ്പെട്ട മോനെ, ഇന്നലത്തെ എനിക്ക് വേദനയുണ്ട് എന്നൊരു ഉമ്മ പറയണമെങ്കിൽ 1000 വേദനകൾക്ക് ശേഷമാണ് ആ ഉമ്മ വേദന പറയുക. ആരാ ഉമ്മ അറിയില്ലേ? ഒരു മനുഷ്യന്റെ എല്ലിന്റെ ഒരു ചെറിയ എല്ല് പൊട്ടിയാൽ ഉറങ്ങാൻ കഴിയാത്തവരാ നമ്മൾ. കാൽവിരലിലെ ഏറ്റവും അറ്റത്തെ ചെറുവിരലിന്റെ അറ്റത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ചെറുങ്ങനൊരു ക്രാക്ക് വന്നാൽ ഉറങ്ങാറില്ല നമ്മൾ. എന്നാൽ ഏറ്റവും വലിയ അസ്ഥി പൊട്ടിയാലുള്ള സ്ഥിതി എന്താ? മനുഷ്യ ശരീരത്തിലെ 20ഓളം പ്രധാനപ്പെട്ട അസ്ഥികൾ പൊട്ടിയാൽ ഒരു മനുഷ്യന് എത്ര വേദനിക്കുമോ അത്രയും വേദന സഹിച്ചുകൊണ്ടാണ് നമ്മൾ പ്രസവിച്ചത്. 20 എല്ലുകൾ പൊട്ടുന്ന വേദന എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. ആ ഉമ്മനെ സഹായിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. നമ്മളുടെ സക്കാത്തും സദഖയും പാവങ്ങളിലേക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.